ലാൽസലാം ദൃശ്യം 3 13 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ ഇന്ന് വൈകുന്നേരത്തോടെ 14 കോടിയും കടന്ന് ഒരു പക്ഷേ 15 കോടി എത്താൻ സിമ്പിളായി കഴിയുമെന്നുള്ളതാണ്. ഈ ഒരു ശനിയാഴ്ച നമ്മൾ കാണുന്ന ട്രെൻഡിങ്ങും അങ്ങനെ തന്നെയാണ്. മോർണിംഗിൽ 1000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ. സിനിമ ആദ്യമായിട്ട് 200K ക്ലബിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അത്രത്തോളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ഈ ഒരു സിനിമ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദൃശ്യം 3 തെലുങ്ക് ബുക്കിങ്ങും ഓപ്പൺ ആയിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇന്ന് തീ പാറുന്ന കളിയായിരിക്കാം. ഇനി 5 ദിനങ്ങൾ കൂടെ ബാക്കി നിൽക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല, ഇതേപോലെ ഒരു ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ മലയാളത്തിൽ വന്നിട്ട് കാലങ്ങൾ ഒരുപാടായി എന്നുള്ളതാണ്. ഈ വർഷം 2026 ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടിയ പേട്രിയോട്ട് ഈ 30 കോടി അല്ലെങ്കിൽ 29.5 കോടിയോളമാണ്. അതിൻ്റെ കളക്ഷൻ ഒരുപക്ഷെ പ്രീ സെയിലിൽ വെച്ച്, അതായത് റിലീസിന് തലേ ദിവസം ഈ സിനിമ കവർ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഇതിനോടകം തന്നെ നമുക്ക് അതിരടിയുടെ കളക്ഷൻ ആദ്യ ദിനം 13 കോടിയായിരുന്നു, അതും കവർ ചെയ്തിട്ട് സിനിമ നിൽക്കുകയാണ്. ഇനി തൊട്ട് മുന്നിൽ നിൽക്കുന്നത് ആട് 3യുടെ കളക്ഷനാണ് 18 കോടി. അതും വരുന്ന ദിവസം അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ കൊണ്ട് സിനിമ തീരും. ഇനി കലാശക്കൊട്ടിലേക്കുള്ള ആ ഒരു വരവാണ്. ഒരുപാട് തിയേറ്ററുകൾ ചാർട്ട് ചെയ്യാൻ കിടക്കുന്നു. ലിമിറ്റഡ് ഷോസാണ്. ഏകദേശം 2700ഓളം ഷോകൾ മാത്രമാണ് വേൾഡ് വൈഡ് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 1400ഓളം ഷോകളിൽ നിന്നാണ് ഇമ്മാതിരി കൊടൂര തൂക്ക് ഈ ഒരു സിനിമ തൂക്കിയിരിക്കുന്നത്. ഗംഭീര ഫാൻ ഷോസാണ് സിനിമയ്ക്കായി ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫാൻ ഷോസ് ചാർട്ട് ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും 8 മണിക്കാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അതിന് മുന്നോടി അല്ലെങ്കിൽ മുമ്പേക്ക് പോകേണ്ട ഒരവസ്ഥ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ സിനിമ റിലീസ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് എത്തുകയാണ്. കാരണം എന്നാലേ ഫാൻ ഷോസ് നടത്താൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അടുത്ത ദിവസം ഫാൻ ഷോസ് നടത്തുക എന്നുള്ളത്. റിലീസ് ചെയ്ത് നെക്സ്റ്റ് ഡേ അതും ഒരു ചരിത്രമാകും. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് ഇങ്ങനെ ഒരു നടൻ, ഇങ്ങനെ ഒരു സിനിമ എന്നുള്ളത് അത് ഏറെ സംഭവം തന്നെയായി മാറുകയാണ്. ദൃശ്യമെന്ന ഒരു കുഞ്ഞൻ സിനിമയിൽ നിന്ന് വിശാലമായി ആളിപ്പടർന്ന് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്ന ചിത്രമായിരിക്കുന്നു ദൃശ്യം 3. ഇനി 4ഉം 5ഉം ഒക്കെ വരുമ്പോൾ മലയാളത്തിലെ ആദ്യ 1000 കോടിയിലേക്ക് എത്താൻ സിമ്പിളായി ഈ ഒരു ശ്രേണിക്ക് കഴിയുമെന്നുള്ളത് ഉറപ്പിക്കാം. ഇതിൻ്റെ ഹെവി പോസിറ്റീവ് ആണെങ്കിൽ 500 കോടിയിൽ കുറഞ്ഞൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. GCC രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഫാൻ ഷോസ് ദിനങ്ങൾക്ക് മുമ്പ് തന്നെ 100 എണ്ണം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എണ്ണം പോലും പറയാൻ ആളുകൾ വരുന്നില്ല. കാരണം ഫാൻ ഷോസ് ചാർട്ട് ചെയ്താൽ നടത്താൻ പറ്റുന്നില്ല, മിനിറ്റുകൾക്കുള്ളിൽ തീർന്നു പോകുന്നു. അതായത് എറണാകുളത്തെ 17ഉം 18ഉം ഷോകളാണ് സിനിമയ്ക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാര്യം, നമുക്ക് ആദ്യ ദിനം 50 കോടി നേടുന്ന ആദ്യ മലയാള സിനിമയാകട്ടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എന്ന ആശയം. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമാകുമെന്നതിന് സംശയങ്ങളൊന്നുമില്ല. ഇവിടെ എമ്പുരാൻ്റെ റെക്കോർഡിനെ തകർത്ത് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്നത്, ആർക്കൊക്കെയാണ് ടിക്കറ്റ് കിട്ടാത്തത്, ഇതെല്ലാം കമൻസിലൂടെ ഒന്ന് പറയാം. വീഡിയോസ് ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.